നമസ്കാരം. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ മുന്നറിയിപ്പാണിത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സന്ദേശം നൽകുന്നത് 2024 ഏപ്രിൽ മാസം 20-ാം തീയതിയാണ്. ഞാനിത് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ 2024 ഏപ്രിൽ 26-ാം തീയതിക്കുള്ളിൽ, കാരണം അന്നാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടൊക്കെ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മംഗലാപുരം, കണ്ണൂർ, കോഴിക്കോട് എയർപോർട്ടുകൾ വഴി മലബാർ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള മലയാളികളോടുള്ള അഭ്യർത്ഥനയാണിത്. നിങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത്. ഞാനിത് പറയുന്നത് ഇപ്പം നമ്മൾ പ്രവാസ ലോകത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ നടക്കുന്ന ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ച് പലർക്കും കൃത്യമായ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മിക്കവാറും ആളുകളൊക്കെ അത് ശ്രദ്ധിക്കുന്ന ആളുകളാണ്. പക്ഷേ ചില ആളുകളെങ്കിലും ശ്രദ്ധിക്കാത്ത ആളുകളും ഉണ്ടാകും. അത്തരക്കാരുടെ അറിവിലേക്കാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ആവാം, അതൊന്നും ഇല്ലാത്തവരുമാകാം. പക്ഷേ വോട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാട്ടിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സന്ദേശം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ്സുകാരുടെ അടുത്തേക്ക്, നിങ്ങളൊരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ നാട്ടിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് അവരൊക്കെ സജീവമായിട്ട് നാട്ടിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ വെക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ആ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടാൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് മലബാറിലുള്ള ആളുകൾക്കൊക്കെ നിയന്ത്രണം വിടുകയും അതിന്റെ ഭാഗമായിട്ട് പൊരിച്ചിലും തമ്മിലടിയും ഒക്കെ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കേസും കുണ്ടാമണ്ടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും മുസ്ലിം ലീഗിന്റെ കൊടിയുമായിട്ട് കോൺഗ്രസ്സുകാരുടെ അടുത്തേക്ക് പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ അടുത്തേക്ക് പോകുമ്പോൾ, നിങ്ങൾ ഒരുപക്ഷെ മുസ്ലിം ലീഗുമായിട്ട് ബന്ധമില്ലാത്ത രാഷ്ട്രീയമുള്ള ആളുകളാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കാരണവശാലും അവരോട് നോക്കി ചിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൊടിയെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യരുത്. അവരോട് നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ കുറച്ചൊക്കെ അകലം പാലിച്ചുകൊണ്ട് ചിരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അടുത്തുനിന്ന് ചിരിക്കുമ്പോൾ അവർക്കൊരു പക്ഷേ അവരെ കളിയാക്കുകയാണോ പരിഹസിക്കുകയാണോ എന്ന് തോന്നാനുള്ള സാധ്യതയും, അങ്ങനെ അവർ നിയന്ത്രണം വിടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൊടിയെക്കുറിച്ച് ഒരു കാരണവശാലും പച്ചക്കൊടിയെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ചോദിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, മലബാറിലുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ അടുത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം നിങ്ങളുടെ കയ്യിൽ വെക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യരുത്. അങ്ങനെ വന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അഥവാ ലംഘിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്കും കേസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊക്കെ പ്രവാസികളാണ്. നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മാസത്തെ അവധിക്കൊക്കെ വേണ്ടി നാട്ടിലേക്ക് പോകുന്ന ആളുകളാണ്. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിരിച്ചു വരേണ്ടവരാണ് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മടക്കയാത്രയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിതൊരു പ്രത്യേക സുരക്ഷാ മുന്നറിയിപ്പായിട്ട് അറിയിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പരമാവധി ആളുകൾക്കിടയിലേക്ക് ഈ സന്ദേശം എത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.